UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. എക്സാമിനകത്ത് ഈ ഇടയായിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾക്ക് സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ഹെഡിങ് കാണൂല, ഒരു ടോപ്പിക് കാണൂല. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരന്തരം റിപ്പീറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് ഈ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്താ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം. ഒരു കുട്ടി ഒരു പാഠഭാഗം പഠിപ്പിക്കുന്നതിലൂടെ നേടേണ്ട ലേണിംഗ് ഔട്ട്കം, എക്സ്പെക്ട് ചെയ്യുന്ന ലേണിംഗ് ഔട്ട്കമ്മിനെയാണ് നമ്മൾ എന്താ പറയുക, ഒബ്ജക്റ്റീവ് എന്ന് വിളിച്ചു. ഒബ്ജക്റ്റീവിനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഓൾ എഡ്യൂക്കേഷൻ എഫേർട്ട് ഷുഡ് മൂവ്. ആ ഒബ്ജക്റ്റീവിനനുസരിച്ചായിരിക്കും ആ എഫേർട്ടിന്, ആ എഡ്യൂക്കേഷണൽ എഫേർട്ട് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ക്ലാസ്, ഒരു ഏതെങ്കിലും ഒരു പ്രോസസ്സ്, ഏതെങ്കിലും ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആ ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് മൂവ് ചെയ്യേണ്ടത് ഈ ഒബ്ജക്റ്റീവ് കുട്ടിക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുന്നത്, നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ചോദിക്കുന്ന 5 ചോദ്യങ്ങളും ശരിയാവണം, നിങ്ങൾക്ക് 10 മാർക്കും കിട്ടണം എന്നുള്ള ഒബ്ജക്റ്റീവിലാണ്. അപ്പൊ എന്റെ ഡയറക്ഷൻസ്, എന്റെ ക്ലാസ് കംപ്ലീറ്റ് മൂവ് ചെയ്യുക എങ്ങനെയാണ്, നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടുന്ന രീതിയിൽ 5 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്റെ ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോകേണ്ടത്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുക. ഒബ്ജക്റ്റീവ്സ് എന്നെ സിംപ്ലി പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആർ ദ സ്പെസിഫിക് ആൻഡ് ഇമ്മീഡിയറ്റ് ഗോൾ അറ്റൈൻസ് ആസ് എ റിസൾട്ട് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്. ക്ലാസ് റൂം ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി കിട്ടുന്ന റിസൾട്ട് ആണ് ഒബ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. എന്നാൽ ടാക്സോണമി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അറേഞ്ച്മെന്റ് നടത്തുന്നുണ്ട്. ഒരു അറേഞ്ച്മെന്റ് നടത്തുക. അതിനെയാണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ടാക്സിസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. നോമോസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് അറേഞ്ച്മെന്റ്. ഒബ്ജക്റ്റീവ്സിന്റെ സയൻസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ആദ്യമായി 1956 ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് ഇത്തരത്തിലൊരു ടാക്സോണമി ആയിട്ട് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഒരു ടാക്സോണമി ലെവലിൽ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാക്സോണമി ബ്ലൂംസ് ടാക്സോണമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ബ്ലൂംസ് ടാക്സോണമി? ഓക്കെ, എന്താണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിന്റെ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ്, ഒബ്ജക്റ്റീവ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് പറയുന്നത്. ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂം. അതുകൊണ്ട് തന്നെ ബ്ലൂംസ് ടാക്സോണമി 1956 ബ്ലൂംസ് ടാക്സോണമി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്ലൂംസ് ടാക്സോണമിക്ക് പ്രധാനമായിട്ട് 3 ഡൊമൈൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് cognitive domain, then next one is affective domain, then third one is psychomotor domain. 3 ഡൊമൈനുകളായിട്ടാണ് ഒബ്ജക്റ്റീവ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റലക്ച്വൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട, നമ്മളെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്റലക്ച്വൽ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റീവ്. നമ്മളെ ഹെഡ് ഓർത്ത് വെക്കുക. കോഗ്നിറ്റീവ് ഹെഡ്, ഇന്റലക്ച്വൽ എവിടെയാണ്? ബ്രെയിൻ്റെ പ്രോസസ് ആണ്. അപ്പൊ ഇന്റലക്ച്വൽ ഹെഡ് ഓർത്ത് വെക്കുക. ദെൻ അഫക്റ്റീവ് ഡൊമൈൻ ഫീലിങ്സിന് ഓർത്ത് വെക്കുക. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഹേർട്ട് ഓർത്ത് വെക്കുക. എന്താണ് സയന്റിഫിക്കലി റോങ് ആണ്, എന്നാൽ പോലും ഓർത്തെടുക്കാൻ വേണ്ടി. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീലിങ്സ്, ഇമോഷൻസുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് അഫക്റ്റീവ് ഡൊമൈനകത്ത് വരിക. ദെൻ സൈക്കോമോട്ടോർ ഡൊമൈൻ ഡൂയിങ്, നമ്മുടെ ഹാൻഡ് ചെയ്യുന്ന ഡൂയിങ് ആണ്. നമ്മുടെ എന്താ പറയുക, സൈക്കോമോട്ടർ ആയിട്ടുള്ള നമ്മൾ മോട്ടോർ സ്കില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള ഡൊമൈനാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. 3 ഡൊമൈൻ: കോഗ്നിറ്റീവ്, റിലേറ്റഡ് ടു ഇന്റലക്ച്വൽ ഒബ്ജക്റ്റീവ്സ്. Then affective domain, it's related to our feelings and emotions. Psychomotor domain, it's related to our doings, what are doing with our hand, just remember that. Okay, then ബ്ലൂംസ് ടാക്സോണമിയുടെ എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈനിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട നോക്കുക, കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഓരോ ലെവൽസും ലോവർ ലെവൽ മുതൽ ഹയർ ലെവൽ വരെ ആ ഓർഡർ തന്നെ കാണാപ്പാഠം പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. ലോവർ ഓർഡർ മുതൽ അപ്പറിലേക്ക്. ദ ഫസ്റ്റ് വൺ ഈസ് നോളജ്, ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ ഈസ് നോളജ്, ദെൻ കോംപ്രഹെൻഷൻ, ദെൻ ആപ്ലിക്കേഷൻ, ദെൻ അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഇതൊക്കെയാണ് നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ.
അങ്ങനെ ഓർത്ത് വെക്കുക. നോളജ് ബേസ് ലെവൽ നിങ്ങൾ പഠിച്ചു. നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, കോംപ്രഹെൻഷൻ ആപ്ലിക്കേഷൻ, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, ദെൻ അനാലിസിസ് ആൻഡ് സിന്തസിസ്, ദെൻ അനാലിസിസ്, സിന്തസിസ്, ലാസ്റ്റ് വൺ ഇസ് ഇവാലുവേഷൻ. ഏറ്റവും ടോപ്പിൽ ഇവാലുവേഷൻ ആണല്ലോ നടക്കുക, അതാണ് ബ്ലൂംസ് ടാക്സോണമി. 1956 ബ്ലൂംസ് ടാക്സോണമിയുടെ ലെവൽ, ഹയറാർക്കിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ആയിട്ട് നോളജ് ആണ്. then comprehension, then application, then analysis, synthesis and evaluation. ആ ടോണിൽ തന്നെ പഠിച്ചു. നോളജ്, കോംപ്രഹെൻഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ എന്ന രീതിയിൽ ഓർത്തു വെക്കുക. ഇനി ഓരോ സ്റ്റേജിലും നടക്കുന്ന പ്രോസസ്സുകൾ എന്താണെന്ന് നോക്കാം. നോളജ് ലെവൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നോളജ് ലെവൽ ജസ്റ്റ് ദ എബിലിറ്റി ഓഫ് ദ ലേണർ ടു റീകോൾ ഡാറ്റ ഓർ ഇൻഫർമേഷൻ. ജസ്റ്റ് ഓർത്തെടുക്കുക, അതിന്റെ നോളജ് മാത്രം, ബേസിക് ലെവൽ മാത്രം ഉള്ള അത് മാത്രം ഔട്ട്കം ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ലെവലാണ് നോളജ് ലെവൽ. ദെൻ കോംപ്രഹെൻഷൻ, എബിലിറ്റി ടു ദ ലേണർ ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ് കോംപ്രഹെൻഷനിൽ നടക്കുന്നത്? അണ്ടർസ്റ്റാൻഡ് ആണ്. ആദ്യം ജസ്റ്റ് റീകോൾ ചെയ്യാനുള്ളത്. ദെൻ കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വാട്ട് ഈസ് നോൺ, അതെന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ കേസ് where a student is able to explain an existing theory in his or her own words. നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ, നമ്മുടെ സ്വന്തം ഭാഷ എന്ത് ചെയ്യുക? ഒരു സാധനം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന്റെ ബേസിൽ നമുക്ക് എലാബറേറ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ലെവലാണ് കോംപ്രഹെൻഷൻ. ദെൻ ആപ്ലിക്കേഷൻ, ദ എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻറ് ടു യൂസ് ദ അബ്സ്ട്രാക്ട് നോളജ്, അപ്ലൈ ചെയ്യുക. നമ്മളെ ഡേ ലൈഫിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സിറ്റുവേഷനിൽ, നമ്മുടെ ലൈഫിൽ ന്യൂ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക? ഈ പഠിച്ചിട്ടുള്ള കാര്യം അപ്ലൈ ചെയ്യുക. അതാണ് ലെവൽ അപ്ലിക്കേഷൻ. ദെൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യത്തെ എന്ത് ചെയ്യുക? അനാലിസിസ് ചെയ്യുക, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻ. എന്താണ് അനാലിസിസ് എന്നുള്ള സെമില്? അനാലിസിസ് കാറ്റഗറി എയിംസ് ടു ഡിഫറൻഷിയേറ്റ് ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇറ്റ് ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ എ കമ്മ്യൂണിക്കേഷൻ into its constituent part in such a manner that relationship of ideas is understood better. നമ്മൾ പഠിച്ച കാര്യത്തിന് എന്ത് ചെയ്യും? ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് ഇന്നതാണ്, അങ്ങനെ ഒന്നുകൂടി എന്ത് ചെയ്യുക? പാർട്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. അതെന്ത് ചെയ്യും? കൂടുതൽ അണ്ടർസ്റ്റുഡ് ചെയ്യും. ബെറ്റർലി എന്ത് ചെയ്യാൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്റ്റെപ്പ് ഒരു ലെവലാണ് അനാലിസിസ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സിന്തസിസ്. അനാലിസിസ്, സിന്തസിസ് ആണ് എബിലിറ്റി ടു ഇന്റഗ്രേറ്റ് ഡിഫറെന്റ് എലമെന്റ്. മൈന്യൂട്ട് ലെവൽ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. എബിലിറ്റി ടു ഇന്റഗ്രേറ്റ് ദ ഡിഫറെന്റ് എലമെന്റ്സ് ഓർ കൺസെപ്റ്റ് ഇൻ ഓർഡർ ടു ഫോം എ സൗണ്ട് പാറ്റേൺ ഓർ സ്ട്രക്ചർ ടു ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് എ ന്യൂ മീനിങ്. നമ്മൾ അതിന് എന്ത് ചെയ്യുക? ഒന്നും കൂടെ കീറി മുറിക്കുക. സിന്തസിസ് ടു എബിലിറ്റി ടു ഇന്റഗ്രേറ്റ് ഡിഫറെന്റ് എലമെന്റ്സ്, അതിനൊന്നും കൂടെ കീറി മുറിച്ച് സൂക്ഷ്മതലത്തിൽ ഒന്നും കൂടെ അതിന് പരിശോധിക്കുന്ന രീതിയാണ് സിന്തസിസ്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് ഇവാലുവേഷൻ. ഇവാലുവേഷനകത്ത് എന്താ പറയുക? എബിലിറ്റി ടു കം വിത്ത് ദ ജഡ്ജ്മെന്റ്. എന്താണ് ഇവാലുവേറ്റ് ചെയ്യുക? ജഡ്ജ്മെന്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കൺസെപ്റ്റ്. ആ ലെവലാണ് ഇവാലുവേഷൻ. ദെൻ ഫസ്റ്റ് വൺ ഈസ് നോളജ്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് നോളജ്. ഫസ്റ്റ് ലെവൽ ഇസ് നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. പറയാൻ ഓർത്തു വെക്കുക, അപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. പിന്നീട് സമയമില്ല, ഒരു പേപ്പറിൽ ജസ്റ്റ് എഴുതി ഇങ്ങനെ നോക്കുക. എന്താണ് ഫസ്റ്റ് വൺ? നോളജ്, ദെൻ കോംപ്രഹെൻഷൻ, yes, application, yes, analysis, then synthesis and evaluation. Okay, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെക്കുക. ദെൻ അതുമായി പ്രധാനപ്പെട്ടത് ബ്ലൂംസ് 2001 ഈ ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്യുന്നുണ്ട്. ഇതും ഓർത്ത് വെക്കണം, എക്സാമിനകത്ത് ചോദിക്കും. 2001 ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്യുന്നത്. എങ്ങനെ റിവൈസ് ചെയ്യുന്നത്? നിലവിൽ സാധാരണ ഒറിജിനൽ ടാക്സോണമി നമ്മളൊരു നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ആണ്. ഇതിനെ റിവൈസ് ചെയ്ത സമയത്ത് അത് വേർബൽ ഫോമിലേക്ക് മാറ്റും. നമുക്കറിയാം ക്ലാസ് റൂമിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് അല്ലെ? നൗൺ ഫോമിലല്ല, വേർബൽ ഫോമിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് അതിനെന്ത് ചെയ്യും? ആ വേർഡിലേക്ക്, വേർബൽ ഫോമിലേക്ക് അതിനെ. അപ്പോൾ നോളജ് എന്ത് ചെയ്ത്? റിമെമ്പറിങ് ആയി, കോംപ്രഹെൻഷൻ അണ്ടർസ്റ്റാൻഡിങ് ആയി, ആപ്ലിക്കേഷൻ അപ്ലൈയിങ് ആയി, അനാലിസിസ് അനലൈസിങ് ആയി. ദെൻ വന്നിട്ടുള്ള മാറ്റം ഇവാലുവേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. ഹയർ കാറ്റഗറി, ഏറ്റവും ഹയർലി ഇവാലുവേഷൻ ആയിരുന്നു. അത് മാറി എന്തായി? അത് തൊട്ട താഴെയുള്ള സ്റ്റെപ്പിലേക്ക് വന്നു. അതിന് സിന്തസിസിന് പകരം ക്രിയേറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് വന്നു. ആ ക്രിയേറ്റിംഗ് ആയി എന്ത്? ഹയർ ലെവലിൽ. ഒന്നുകൂടെ പറയാം, ഈ ഒറിജിനൽ ടാക്സോണമിക്കകത്ത് നൗൺ ഫോമിലുള്ളത് എന്തായി? അത് വേർബൽ ഫോമിലേക്ക് മാറി.
ഓക്കെ, വേർബൽ ഫോമിലേക്ക് മാറി. ഏറ്റവും ടോപ്പ് ലെവൽ ഉണ്ടായിരുന്ന ഇവാലുവേഷൻ ഇങ്ങോട്ട് മാറി. ഇതാ ഇവാലുവേഷൻ തൊട്ട് താഴെയുള്ള ഇവാലുവേറ്റിംഗ് ആയി മാറി. സിന്തസിസിന് പകരം ഇവാലുവേഷൻ വന്നു. എന്നാൽ ഇവാലുവേഷൻ സിന്തസിസിന് പകരം ക്രിയേറ്റിംഗ് വന്നു. ക്രിയേറ്റിംഗ് എന്തായി? ഹയർ ലെവൽ, ഏറ്റവും ഹയർ ലെവലിൽ ക്രിയേറ്റിംഗ് ആയിരിക്കും. ഏറ്റവും അൾട്ടിമേറ്റ് എയിം ഓഫ് ഒബ്ജക്റ്റീവ് ക്രിയേറ്റിംഗ് ആയിട്ട് മാറും. അപ്പൊ എങ്ങനെ മാറ്റം വരുന്നത്? റിമെമ്പറിങ് അല്ലെ, നോളജ് നമ്മൾ റിമെമ്പർ ചെയ്യുന്നതാണ്, കോംപ്രഹെൻഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ്, ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്, അനലൈസ് ചെയ്യുന്നതാണ്. സിന്തസിസിന് പകരം ക്രിയേറ്റിംഗ് ആണ് തോന്നുന്നു. അപ്പോൾ നോളജിന് പകരം റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആണ്. എന്തായാലും ഓർത്ത് വെക്കുക. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലെ ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഓക്കെ, അതിനകത്ത് പറഞ്ഞു റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. അതിനകത്ത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാണ്. റിമെമ്പറിങ് ജസ്റ്റ് റീകോൾ ആണ്, അണ്ടർസ്റ്റാൻഡ് പറഞ്ഞാൽ കോംപ്രഹെൻഷൻ ആണ്, അപ്ലൈ പറഞ്ഞാൽ ന്യൂ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതാണ്, അനലൈസ് എന്ന് പറഞ്ഞാൽ അത് അനലൈസ് ചെയ്യുന്നതാണ്, ഇവാലുവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡ്ജ്മെന്റ് ആണെന്ന് പറഞ്ഞു. പുതിയതായിട്ട് വന്നിട്ടുള്ള ക്രിയേറ്റിംഗിന്, ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പുതിയ സാധനം അല്ലെ, ന്യൂ മീനിങ്, ഒരു നമ്മൾ പഠിച്ചൊരു കാര്യത്തിന് ന്യൂ മീനിങ് അല്ലെങ്കിൽ ന്യൂ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രിയേറ്റിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അതാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു കൊഗ്നിറ്റീവ് ഡൊമൈൻ, നമ്മളെ ബൗദ്ധികപരമായിട്ടുള്ള, നമ്മൾ ഇന്റലക്ച്വൽ റിലേറ്റഡ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു നമ്മുടെ അഫക്റ്റീവ് ഡൊമൈൻ. ഓക്കെ, അഫക്റ്റീവ് ഡൊമൈൻ ആണ്. അഫക്റ്റീവ് ഡൊമൈൻ എന്നുള്ള കൺസെപ്റ്റ്, അഫക്റ്റീവ് ഡൊമൈൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എന്താണ്? ക്രാത്വോളും ബ്ലൂമും മാസിയ എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വലിയ പ്രധാനമല്ല, എന്നാൽ എന്ത് ചെയ്യണം? അത് എന്തുമായി റിലേറ്റ് ചെയ്താൽ നോക്കണം. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? മാൻ വിച്ച് വി ഡീൽ വിത്ത് തിങ്സ് ഇമോഷണലി, നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റുമായി, നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഫക്റ്റീവ് ഡൊമൈൻ. സച്ച് ആസ് ഫീലിങ്സ്, വാല്യൂസ്, അപ്രിസിയേഷൻ, എന്തൂസിയാസം, മോട്ടിവേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അഫക്റ്റീവ് ഡൊമൈനകത്ത് വരുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. അഫക്റ്റീവ് ഡൊമൈൻ നമ്മൾ ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. സൈക്കോമോട്ടർ ഡൊമൈൻ നമ്മൾ ഡൂയിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദ അഫക്റ്റീവ് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ദ ഫീലിംഗ്സ്, ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ടീച്ചിങ് ഷുഡ് ഡെവലപ്പ് ഇമോഷൻ ഓർ ഇൻട്രസ്റ്റ്. അഫക്റ്റീവ് ഡൊമൈനകത്ത് ടീച്ചർ എന്താണ്? കുട്ടിയുടെ ഇമോഷനും ഇൻട്രസ്റ്റും ആണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ദെൻ ഇതിന്റെ കാറ്റഗറീസ്, അഫക്റ്റീവ് ഡൊമൈനിന്റെ കാറ്റഗറീസ് ആയിട്ട് വരുന്നത്, ഫസ്റ്റ് വൺ റിസീവിങ്. റിസീവിങ് ദ ഫിനോമിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ഏതെങ്കിലും ഒരു ഫിനോമിന റിസീവ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ റെസ്പോണ്ടിങ് ടു ദ ഫിനോമിന, ആ വന്നിട്ടുള്ള ഇമോഷനോ ഫീലിങ്സിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. ദെൻ വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ഏറ്റവും പ്രധാനം. ഈ ഹയറാർക്കിക്കൽ ഓർഡർ പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ ഈസ് റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഹയസ്റ്റ് ലെവലും ലോവസ്റ്റ് ലെവലും ബൈ ഹാർട്ട് നിർബന്ധമായിട്ട് പഠിക്കും. മൊത്തം ബൈ ഹാർട്ട് ചെയ്യുക. ഹയസ്റ്റ് ലെവൽ ഒരിക്കലും മറന്നു പോകരുത്. ക്യാരക്ടറൈസേഷൻ അങ്ങനെ എക്സാമിനകത്ത് ചോദിക്കുന്നത്. വാട്ട് ആർ ദ ഹയസ്റ്റ് ലെവൽ എന്ന് എക്സാമിനകത്ത് നിരന്തരം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ക്യാരക്ടറൈസേഷൻ. ഓക്കെ, റിസീവിങ് അഫക്റ്റീവ് ഡൊമൈൻ. അപ്പം കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്താ? ഇവാലുവേഷൻ. അത് ബ്ലൂംസിന്റെ ടാക്സോണമിയിൽ ഇവാലുവേഷൻ ആണ്. റിവൈസ്ഡ് ആയ സമയത്ത് അത് ക്രിയേറ്റിംഗ് ആയിട്ട് മാറി. എന്നാൽ അഫക്റ്റീവ് ഡൊമൈനിന്റെ ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് ക്യാരക്ടറൈസേഷൻ ആണ്. എന്താണ്? ക്യാരക്ടറൈസേഷൻ, റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഓക്കെ, ഓരോന്നും ഓക്കെ. ദ നെക്സ്റ്റ് വൺ ആണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഓക്കെ, നമുക്ക് അതിനകത്ത് സിമ്പിൾ ആയിട്ട് മാത്രം നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് നോക്കുക, സൈക്കോമോട്ടോർ ഡൊമൈൻ. ഓക്കെ, സൈക്കോമോട്ടോർ ഡൊമൈനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇമിറ്റേഷൻ. സൈക്കോമോട്ടർ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മൾ ഡൂയിങ് ആണ്, നമ്മുടെ കൈകൊണ്ടുള്ള ഡൂയിങ്. എന്താണ്? നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ മസ്കുലാർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മളെ ബോൺ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാല് ഇമിറ്റേഷൻ ആണ്. ഇമിറ്റേഷൻ, ദെൻ മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ. ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്താണ്? നാച്ചുറലൈസേഷൻ. ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്താ? ഓക്കെ, ഇവാലുവേഷൻ. യെസ്, ഇവാലുവേഷൻ. റിവൈസ്ഡ് വരുന്ന സമയത്ത് ക്രിയേറ്റിംഗ് വന്നു. ഓക്കെ, ദെൻ
അഫക്റ്റീവ് ഡൊമൈനിൽ പറഞ്ഞു ക്യാരക്ടറൈസേഷൻ. എന്നാൽ സൈക്കോ മോട്ടോർ ഡൊമൈനകത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ നാച്ചുറലൈസേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൈക്കോ മോട്ടോർ ഡൊമൈൻ നമ്മുടെ ഡൂയിങ് ആക്ടിവിറ്റിയാണ്, നമ്മളെ കൈകൊണ്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് സിമ്പിളി ഓർത്ത് വെക്കുക. അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ എസ്പെഷ്യലി ദാറ്റ് ഇസ് സ്കിൽ ഓറിയന്റഡ്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്കില്ലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സൈക്കോ മോട്ടോർ ഡൊമൈൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ. ഓരോ സ്റ്റേജിലും എന്താണ് നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മളൊരു സ്കില്ലിന് എന്ത് ചെയ്യുക, ക്ലാസ് റൂമിനകത്ത് സ്കില്ല് എടുക്കുന്ന അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അത് അതുപോലെ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ദെൻ മാനിപ്പുലേഷൻ, ദ ലേണർ ട്രൈ ടു എക്സ്പെരിമെന്റ് വേരിയസ് എക്സ്പെക്ട്, മാനിപ്പുലേറ്റ് ചെയ്യുക, വേറെ സാഹചര്യത്തിൽ വേറെ മെഷീനറിയിലോ വേറെ എക്യുപ്മെന്റ്സിലോ ഇതൊക്കെ എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്ത് ഇതുപോലെ പോയി ചെയ്തു നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, പ്രിസിഷൻ, അക്യൂറസ്ലി പെർഫോം ചെയ്യുക. എന്താണ്, കൂടുതൽ കൃത്യതയോട് കൂടിയിട്ട് വളരെ എന്താ പറയുക, സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുക, വളരെ അക്യൂറേറ്റ് ആയിട്ട് അതിനെ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ് പ്രിസിഷൻ. ദെൻ ആർട്ടിക്കുലേഷൻ, മോസ്റ്റ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന, അച്ചീവിങ് എ ഡിസൈഡ് ലെവൽ ഓഫ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ് ത്രൂ പ്രാക്ടീസ്. ഏറ്റവും എഫിഷ്യൻസിയിലും എഫക്റ്റീവിലും എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ആർട്ടിക്കുലേഷൻ. ദെൻ ഇന്റേണലൈസ്ഡ്, നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളതൊരു സ്കില്ലായിട്ട് മാറുന്നു. ആ ഒരു കാര്യം നമ്മുടെ സ്കില്ലായിട്ട് മാറുന്നു. എപ്പോഴും എങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ അത് പഠിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോബ് ഇപ്പോൾ എന്താ പറയുക, വുഡ് മെഷീൻ ഉപയോഗിച്ച് വുഡ് കട്ട് ചെയ്യുന്നത്, അത് നമ്മൾ എന്ത് ഇമിറ്റേറ്റ് ചെയ്യും, ജസ്റ്റ് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് നോക്കും. ദെൻ മാനിപ്പുലേഷൻ, ഇരുമ്പ് കട്ട് ചെയ്തതിന് പകരം വേറെ എന്തെങ്കിലും എന്താണ് വുഡ് കട്ട് ചെയ്യും, അങ്ങനെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കട്ട് ചെയ്ത് നോക്കും. ദെൻ എന്ത് ചെയ്യും, ലൈനൊക്കെ വരച്ച് വളരെ കൃത്യതയോടുകൂടി പ്രിസിഷൻ സ്റ്റെപ്പിൽ ഫസ്റ്റ് ഇമിറ്റേഷൻ പറഞ്ഞു, ഇമിറ്റേറ്റ് ചെയ്യും. ദെൻ മാനിപ്പുലേഷൻ, വേറെ സിറ്റുവേഷൻ ചെയ്യുന്നു. ദെൻ പ്രിസിഷൻ, വളരെ അക്യൂറസിയോടുകൂടി കട്ട് ചെയ്യാൻ നോക്കുന്നു. ദെൻ എന്ത് ചെയ്യണം, നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മോർ ആർട്ടിക്കുലേഷൻ, എന്താണ് നല്ല എഫിഷ്യൻ്റ്ലി എഫക്റ്റീവിലും കട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ദെൻ ആ ഒരു സ്കില്ലായി മാറുന്നു. നാച്ചുറലൈസേഷൻ, എന്ത് ഇത് കൊടുത്താലും അത് വളരെ സ്കില്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതാണ് സൈക്കോ മോട്ടോർ ഡൊമൈനകത്ത് വരുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ഓർത്ത് വെക്കുക, ഈ ഒരു ലെവലിലായിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരിക. എന്താണ് ക്വസ്റ്റ്യൻ? The correct sequence of cognitive behavior in the taxonomy of educational objectives ഏതാണ്, ഓർഡർലി അറേഞ്ച് ചെയ്യാനാണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഓർഡർ ഏതാ വരുന്നത്? സിന്തസിസ് ആണോ? അല്ല. അനാലിസിസ് അല്ല. അണ്ടർസ്റ്റാൻഡിങ് അല്ല. ആപ്ലിക്കേഷൻ അല്ല. ദ വൺ ഈസ് നോളജ് അല്ലെ, ഏറ്റവും ബേസിസ് ഉള്ള നോളജ്. ദെൻ എന്താ വരുന്നത്? അണ്ടർസ്റ്റാൻഡിങ്. എ കഴിഞ്ഞു, സി. എ കഴിഞ്ഞു, സി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരവാദിത്തം. ദെൻ ബി എന്താ? ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്. ഓക്കെ, അപ്പോൾ എ സി ബി ഡി ഓർഡർ ഓർത്ത് നോക്കുക. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ് ആൻഡ് സിന്തസിസ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following educational objectives are considered to be higher level in the affective domain of taxonomic scheme? എന്തിലാണ്? അഫക്റ്റീവ് ഡൊമൈൻ. ടാക്സോണമിക് സ്കീമിലെ അഫക്റ്റീവ് ഡൊമൈനിന്റെ ഹയസ്റ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന്, ഏതൊക്കെയാ? അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണലൈസേഷൻ. ഇമോഷനൊക്കെ എന്താവുക, ഇമോഷനൊക്കെ ലാസ്റ്റ് യെസ് ക്യാരക്ടറൈസേഷനിലെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ക്യാരക്ടറൈസേഷൻ. പിന്നെന്താ വരിക? ഓർഗനൈസേഷൻ അല്ലെ. ഓർഗനൈസേഷനും ക്യാരക്ടറൈസേഷനുമാണ് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ. സിന്തസിസ് എന്താണ്? അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടതല്ല അല്ലെ. പ്രിസിഷൻ എന്താണ്? അത് സൈക്കോമോട്ടർ ലിങ്കുമായി ബന്ധപ്പെട്ടതാണ്. അനാലിസിസ് എന്താണ്? അനാലിസിസ് അത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ആകെ രണ്ടെണ്ണേ ഉള്ളൂ, അത് ക്യാരക്ടറൈസേഷനും ഓർഗനൈസേഷനുമാണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ച് എന്ത് ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറാർക്കിക്കൽ ഓർഡർ, അതുപോലെ തന്നെ ഏതാണ് അഫക്റ്റീവ് ഡൊമൈൻ ആണോ, കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണോ, സൈക്കോമോട്ടർ ഡൊമൈൻ ആണോ, അങ്ങനെ ആദ്യം കൊഗ്നിറ്റീവ് മോട്ടോർ ഡൊമൈനിന്റെ ലെവൽസ് പഠിക്കുക, ദെൻ സൈക്കോമോട്ടർ പഠിക്കുക, ദെൻ അഫക്റ്റീവ് പഠിക്കുക. അത് പരസ്പരം മാറിപ്പോവാതെ പരസ്പരം ലിങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അത് പഠിക്കുക. എന്തായാലും അതിനകത്ത് നിന്ന് എന്ത് വരും, ക്വസ്റ്റ്യൻ വരും. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റിലൂടെയും അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്ന വഴി നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്നതാണ് സൈക്കോളജിക്കൽ തിയറീസ് ഓഫ് ലേണിംഗ്. സൈക്കോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസിൽ അങ്ങനെ സൈക്കോളജിക്കൽ തിയറീസ് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എക്സാമിനകത്ത് ചോദിക്കുന്ന ഒരുപാട് തിയറികൾ, കുറച്ച് തിയറികളുണ്ട്. അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതുമായിട്ട് അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു നോട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നോട്ടായിട്ട് ഇഷ്യൂ ചെയ്യും. നമുക്ക് അത് എന്ത് ചെയ്യാം,
അതൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. ഓക്കെ, സൈക്കോളജിക്കൽ തിയറിക്കകത്ത് ഒരുപാട് തിയറീസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് തിയറീസിന്റെ കൂടുതലായിട്ട് പേപ്പർ വണ്ണിനകത്ത് ചോദിക്കില്ല. പക്ഷെ തിയറീസ് ഏതാണ്, മാച്ച് ദ ഫോളോയിങ് ടൈപ്പിൽ എന്ത് ചെയ്യും, തിയറീസ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ടേബിൾ ആണ്. ഇതിനകത്ത് നോക്കാം. തിയറി, ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓർത്ത് വെക്കുക. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഓർത്ത് വെക്കുക. അതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. അത് പറയുന്നത് നമ്മുടെ ഒരു ലേണിംഗ് നടക്കുന്നത്, ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു, ആ സ്റ്റിമുലസിന് റെസ്പോൺസ് ഉണ്ടാവുന്നു, ആ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ആണ്, ആ റിലേഷൻ ആണ് നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് എന്നാണ് പാവ്ലോവ് പറയുന്നത്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിക്കകത്ത് പറയുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. തമ്മിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു, അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെയാണ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നതെന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ് പറയുന്നത്. നിങ്ങൾ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പാവ്ലോവ് ആണ്. പാവ്ലോവ് പറയുന്നത് SR ലേണിംഗ് ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. ദെൻ അതിന്റെ ഒരു ഇതാണ് ഡെവലപ്പിംഗ് ഓഫ് ഹാബിറ്റ്, ദെൻ എലിമിനേറ്റിംഗ് ബാഡ് ഹാബിറ്റ്. ഒരു റെസ്പോൺസ് കൊടുക്കുന്നു, ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു, ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. അത് ആ വഴിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗുഡ് ഹാബിറ്റിനെ ഡെവലപ്പ് ചെയ്യാനും ബാഡ് ഹാബിറ്റിനെ എലിമിനേറ്റ് ചെയ്യാനും എന്താണ് ഇതിന്റെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ആണ്, എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ദെൻ ഒപ്പറന്റ് കണ്ടീഷനിങ്, ആരാണ് ഒപ്പറന്റ് കണ്ടീഷനിങ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? BF സ്കിന്നർ. ഒപ്പറന്റ് കണ്ടീഷനിങ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് BF സ്കിന്നർ ആണ്. അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ഓർത്ത് വെക്കുക. റീഇൻഫോഴ്സ്മെന്റ്, പ്രൈസ്, മെഡല്, സ്മൈൽ, പ്രൈസ്, അഫെക്ഷനേറ്റ് പാറ്റിംഗ് ഓൺ ദ ബാക്ക് ഒക്കെ എന്താണ്, റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാം എന്നാണ് ഒപ്പറന്റ് കണ്ടീഷനിങ് പറയുന്നത്. എന്താണ്, ഒരു ഏതെങ്കിലും റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആവാം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആവാം, ഏതെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ലേണിങ്ങിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം എന്നാണ് ഒപ്പറന്റ് കണ്ടീഷനിങ് പറയുന്നത്. BF സ്കിന്നർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഞാൻ പറഞ്ഞു, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ജസ്റ്റ് പ്രൈസ്, മെഡൽ, ഒരു എന്താണ് ചെറിയൊരു ചിരിയൊക്കെ എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിലാണ്. ദെൻ അഫെക്ഷനേറ്റ് പാറ്റിംഗ് ഓൺ ദ ബാക്ക്, ജസ്റ്റ് എന്ത് ചെയ്യുക, ഷോൾഡറും തട്ടി കൊടുക്കുന്നതൊക്കെ എന്താണ് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ അടിക്കുന്നത്, കുട്ടികളെ അടിക്കുക, വഴക്ക് പറയുക, ബെഞ്ചിന്റെ മുകളിൽ കയറ്റി നിർത്തുക, അത്തരത്തിലുള്ളതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഒക്കെ റീഇൻഫോഴ്സ്മെന്റ് ആണ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ദെൻ കണക്ഷനിസം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ. തോണ്ടൈക്കാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തോണ്ടൈക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറി. ട്രയൽ ആൻഡ് എറർ തിയറി പറഞ്ഞാൽ പ്രാക്ടീസ് അല്ലെ, പ്രിപ്പറേറ്ററി എക്സസൈസ്, വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ട്രയൽ ആൻഡ് എറർ, ട്രയൽ ചെയ്യുക, തെറ്റും, വീണ്ടും ചെയ്യുക, അങ്ങനെ ട്രയൽ ആൻഡ് എറർ തിയറി പ്രിപ്പറേറ്ററി എക്സസൈസ് ആണ്. വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ലേണിംഗ് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എഫക്റ്റീവ്ലി നമുക്ക് ലേണിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിനകത്ത് 3 ലോസ് പറയുന്നത്: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്. ലോ ഓഫ് റെഡിനെസ് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു കാര്യം പഠിക്കാൻ നമ്മൾ റെഡി ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ പഠനം, ലേണിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു താല്പര്യമില്ലാതെ ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിൽ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ പറയുന്ന ഒന്നും ഒരു മൂഡ് ഉണ്ടാവില്ല, ഒരു രസം. പക്ഷെ നിങ്ങൾ എന്താണ് ഫുള്ള് ലാപ്പൊക്കെ എടുത്തിരുന്ന് അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ എടുത്തിരുന്ന് നോട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഇരുന്ന് ബുക്കും പെന്നൊക്കെ എടുത്ത് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത്രയാണ് പറയുന്നത് ലോ ഓഫ് റെഡിനെസ്. ദെൻ ലോ ഓഫ് എക്സസൈസ്, എന്താണ് പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി എക്സസൈസ് ചെയ്യുന്നതാണ് ലോ ഓഫ് എക്സസൈസ്. ദെൻ ലോ ഓഫ് എഫക്ട്. ഈ 3 ലോയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തോണ്ടൈക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ഭാഗമായിട്ട്. ദെൻ ഹയറാർക്കി ഓഫ് ലേണിംഗ്, ഗാഗ്നെയാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാഗ്നെ പറയുന്നത് ലേണിംഗ് ഒരു ഹൈറാർക്കിക്കൽ പ്രോസസ് ആണ്. ആ ലേണിംഗിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ലേണിംഗ് ആണ്, അതിന്റെ ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. ഒരു ലേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിഗ്നൽ ലേണിംഗിലും അത് അവസാനിക്കുന്നത് ഹയർ ലെവൽ ഓഫ് പ്രോബ്ലം സോൾവിംഗിലുമാണ്. ഞാൻ കൂടുതൽ വെച്ചാൽ ഗാഗ്നയുടെ ലേണിംഗ് തിയറി, ഇതിൽ ഓരോ ലേണിംഗ് തിയറിയും പറയാൻ വേണ്ടി നമുക്ക് 2-3 ക്ലാസ് എടുക്കേണ്ടി വരും, ഓരോ ലേണിംഗ് തിയറിയും. എന്നാൽ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓരോ ലേണിംഗ് തിയറി എന്താണെന്ന് വളരെ ഷോർട്ടായിട്ട് പേപ്പർ 1 ചോദിക്കുന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ BEd കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ BPEd MPEd ഒക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തിയറീസ് ഒക്കെ വളരെ എലാബറേറ്റ് ആയിട്ട് പഠിക്കാനുള്ള തിയറികളാണ്. എന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി. അതുകൊണ്ടാണ്
ഇങ്ങനെ പറയാം. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവലോ, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ഓർത്ത് വെക്കുക. ഹാബിറ്റ്, ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനും ബാഡ് ഹാബിറ്റ് എലിമിനേറ്റ് ചെയ്യാനും ഈ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് നടക്കും. ദെൻ ഒപ്പറന്റ് കണ്ടീഷനിങ്, BF സ്കിന്നറിന്റെ ഒപ്പറന്റ് കണ്ടീഷൻ, അതുമായി ബന്ധപ്പെട്ടതാണ് റീഇൻഫോഴ്സ്മെന്റ്. ദെൻ തോണ്ടേക്കിന്റെ കണക്ഷനിസം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി, പ്രിപ്പറേറ്ററി എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്ട് ഓർത്ത് വെക്കുക. ഹയറാർക്കി ഓഫ് ലേണിംഗ്, ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ്, സിഗ്നൽ ലേണിംഗും ഹയർ ലെവൽ പ്രോബ്ലം സോൾവിങ്ങും ഓർത്ത് വെക്കുക. ദെൻ അതിനകത്ത് വരുന്നതാണ് ഇൻസൈറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്, ഒരു മൂന്നോ നാലോ സൈക്കോളജിസ്റ്റുകൾ അടങ്ങിയിട്ട് ഒരു ഗ്രൂപ്പാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇൻസൈറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗസ്റ്റാൾട്ട് സൈക്കോളജി അതാണ് ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് പാർട്സ്. നമ്മളൊരു നേരത്തെ ഒരു എക്സാമ്പിളിനകത്ത് പറഞ്ഞു അല്ലേ, ഇതിനകത്താ മാക്സിം ഓഫ് ലേണിംഗിനകത്ത് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഗസ്റ്റാൾട്ട് തിയറി പറഞ്ഞല്ലേ, ഗസ്റ്റാൾട്ട് തിയറി എന്ന് പറഞ്ഞു ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട്. അതിന് എക്സാമ്പിൾ എന്താ പറഞ്ഞു, വലിയൊരു മരത്തെ കുറിച്ച്, മരത്തിന്റെ ശാഖകൾ, ചില്ലകൾ അങ്ങനെ പഠിക്കുന്നതിനായിട്ട് നല്ല ഓൾ മരം മൊത്തമായിട്ടുള്ള ഒരു പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ട്രങ്ക്, ട്രീ, ലീഫ്, റൂട്ട്, വേര്, കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ളതാണ് പറഞ്ഞത്. അഥവാ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് പാർട്സിനാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ദെൻ കൺസ്ട്രക്റ്റിവിസം ആണ് വൈഗോസ്കിയാണ് കൺസ്ട്രക്റ്റിവിസം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നിലവിൽ സ്കൂൾ എഡ്യൂക്കേഷനിലൊക്കെയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലെവ് വൈഗോസ്കി കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, ദെൻ ഓർത്ത് വെക്കുക എക്സ്പീരിയൻഷ്യലിസം. കോൾബാണ് എക്സ്പീരിയൻഷ്യലിസം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എക്സ്പീരിയൻഷ്യലിസം എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്, വൺ വേർഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. കോബ് ആണ് എക്സ്പീരിയൻഷ്യലിസം. ദെൻ ഹയറാർക്കി ഓഫ് നീഡ്, മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ് എന്ന് പറയുന്നത് ലേണിംഗ് നടക്കുന്നത് നമ്മുടെ നീഡിനനുസരിച്ചാണ് ലേണിംഗ് നടക്കുന്നത്. അതിനൊരു ഹയറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഹയറാർക്കി ഓഫ് നീഡ്സ്. എബ്രഹാം മാസ്ലോന്റെ നീഡ്സ്, ഹയറാർക്കി ഓഫ് നീഡ്സ് ഓർത്ത് വെക്കുക. എന്താണ്, ആരാണ് തിയറി, എന്താണ് തിയറിന്റെ പ്രൊപ്പോണന്റ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യുക. തിയറിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കണ്ട, ഇതിൽ പ്രധാനപ്പെട്ട ഈ ടേബിൾ ഒന്ന് ഇത് ചെയ്യുക, ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഹയറാർക്കി ഓഫ് നീഡ്സിനകത്ത് മാസ്ലോ പറയുന്നത് എന്താണ്, 5 നീഡ്സ് ആണ്. ഓക്കെ, 5 നീഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സൈക്കോളജിക്കൽ നീഡ്, എന്താണ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ് നമ്മുടെ ഹംഗ്രി, ഭക്ഷണം, അങ്ങനത്തെ ഫിസിയോളജിക്കൽ, നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ്. ദെൻ സേഫ്റ്റി നീഡ്സ്, നമ്മുടെ ഹോം, ഷെൽട്ടർ, നമ്മളെ ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെ സേഫ്റ്റി നീഡ്സ്. ദെൻ ലവ്, ദെൻ എസ്റ്റീം, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ. ഫൈനൽ സ്റ്റേജസ് ഹയറാർക്കി ഓഫ് നീഡ്സിൽ വരുന്നത്, ഫൈനൽ സ്റ്റേജ് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. നമ്മുടെ ഒരു എന്താ പറയുക, ആത്മസംതൃപ്തി, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ. ഹയറാർക്കി ഓഫ് നീഡ്സിലെ ഹയസ്റ്റ് ലെവല് എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സിന് ഏറ്റവും ഹയസ്റ്റ് ലെവല് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. എക്സാമിനകത്ത് ചോദിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ, ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഓരോ തിയറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം, ഓരോ തിയറിക്കും 1-2 ക്ലാസ് എടുക്കേണ്ടി വരും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ അതിനകത്ത് മറ്റ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജീൻ പിയാഷെയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്താണ് ജീൻ പിയാഷെയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഇതിനകത്ത് പറയും ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിക്കകത്ത് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട്, കോംപ്ലിക്കേറ്റഡ് മീൻസ് വലിയൊരു തിയറിയാണ്, തിയറിക്കകത്ത് എക്സ്പെരിമെന്റ് ഉണ്ട്. വലിയൊരു തിയറിയെ വളരെ ഷോർട്ട് ആയിട്ട് നമുക്ക് നെറ്റ് എക്സാമിന് ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ജീൻ പിയാഷെ പറയുന്നത് കുട്ടി ഒരു പുതിയ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, ഒരു പുതിയ സിറ്റുവേഷനെ കാണുന്ന സമയത്ത് കുട്ടിക്ക് ഒരു ഇന്റേണൽ മെന്റൽ ഇമേജ്, ഒരു മെന്റൽ റെപ്രസെന്റേഷൻ ഒരു മെന്റൽ ഇമേജ് ആയിട്ട് രൂപപ്പെടുന്നു. അതിനെ പിയാഷെ വിളിച്ചത് സ്കീമ എന്നാണ്. ഓർത്തു നോക്കുക, ഒരാൾ പുതിയൊരു ലേണിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത്
ഒരു പുതിയൊരു ഇമേജിനെ കാണുന്ന സമയത്ത്, എന്തെങ്കിലും വസ്തുവിനെ കാണുന്ന സമയത്ത്, എന്തെങ്കിലും ഒബ്ജക്റ്റീവിനെ കാണുന്ന സമയത്ത് കുട്ടിയുടെ ഒരു മെന്റൽ റെപ്രസെന്റേഷൻ ഒരു മെന്റൽ ഇമേജ് ആയിട്ട് രൂപപ്പെടുന്നു. അതിനെ പിയാഷെ വിളിച്ചിട്ടുള്ളത് സ്കീമ എന്നാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ കുട്ടി ഒരു പശുവിനെ കാണുന്നു. പശുവിനെ കാണുന്ന സമയത്ത് 2 കൊമ്പ്, തല, 4 കാല്, വാല്, പുറത്ത് പുള്ളിക്കുത്ത്, ഒരു പുള്ളികളൊക്കെ ഉള്ളത്, ആ രൂപത്തെ കാണുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു മെന്റൽ ഇമേജ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു പശു, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു പശുവിന്റെ രൂപമൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെയാണ്, ആ ഇമേജിനെയാണ്, നിങ്ങളുടെ മനസ്സിൽ വന്ന ആ ഇമേജിനെയാണ് എന്ത് പിയാഷെ സ്കീമ എന്ന് പറഞ്ഞിട്ടുള്ളത്, സ്കീമ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ കുട്ടി എന്ത് ചെയ്യും, ഒരു പുതിയ സിറ്റുവേഷനിൽ കുട്ടി കഴിഞ്ഞ് കുറച്ചൊക്കെ വലുതായി വേറെ പോകുന്ന സമയത്ത് ഇങ്ങനെ 4 കാലുള്ള വേറൊരു ജീവിയെ കാണുന്നു. ഇപ്പൊ ഒരു 4 കാലുള്ള ഒരു കഴുതയെ കാണുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യും, ആ പഴയ ഇമേജ്, ആ 4 കാല് ഇത്, പക്ഷെ അതെന്തല്ല, അത് വ്യത്യാസമുണ്ട്, അത് എന്തല്ല, അത് പശുവല്ല. അപ്പൊ പുതിയ സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കുന്നതിനെ, യൂസിങ് എക്സിസ്റ്റിംഗ് സ്കീമ ടു ഡീൽ വിത്ത് ന്യൂ സിറ്റുവേഷൻ, എന്താണ് അസിമിലേഷൻ എന്ന് വിളിക്കുക. എന്നാൽ കുട്ടി വേറെ നടന്നു പോയിട്ട് എന്ത് ചെയ്യുന്നത്, അതേ രൂപത്തിലുള്ള 4 കാലുള്ള നല്ല വാലുള്ള ദേഹത്ത് പുള്ളികളുള്ള കൊമ്പുള്ള ഒരു ഇത് പശുവാണ് എന്ന് കുട്ടിയെ ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് പശുവാണ് എന്നുള്ള ഒരു ഐഡിയ, ഒരു ഇമേജ് രൂപപ്പെടും. അതിനെ അസിമിലേഷൻ എന്ന് പറയുന്നു. അങ്ങനെ കുട്ടി കാണുന്ന സമയത്ത് അക്കോമഡേറ്റ് ചെയ്യും. ആ പശുവിനെ കാണുന്ന സമയത്ത് ഇത് 2 കൊമ്പുണ്ട്, 2 കാലുണ്ട്, വാലുണ്ട്, അത് പശുവാണ്. അപ്പൊ ഒരു ന്യൂ സ്കീമ. അപ്പൊ ഇതിനെ കാണുന്ന സമയത്ത് ഇത് പശുവാണ്. അതുപോലെ കഴുതയെ കണ്ട സമയത്ത് അത് കഴുതയല്ല, അത് പശുവല്ല, കഴുതയാണ് എന്ന് പറയുന്ന സിറ്റുവേഷൻ രൂപപ്പെടുന്നു. അതിനെ അക്കോമഡേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? അക്കോമഡേഷൻ. അങ്ങനെ എന്ത് ചെയ്യണം, ഒരു പുതിയ സ്കീം രൂപപ്പെടുന്നു, അത് ന്യൂ സിറ്റുവേഷനിൽ ഒരു ന്യൂ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്നു, അതിനെ അസിമിലേഷൻ എന്ന് വിളിക്കുന്നു. ദെൻ അക്കോമഡേറ്റ് ചെയ്യുന്നു, അത് പുതിയൊരു സിറ്റുവേഷൻ പുതിയൊരു നോളജ് ആയിട്ട്, പുതിയൊരു സ്കീമയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ അക്കോമഡേഷൻ. ഇങ്ങനെ ഇതുമല്ല, ഈ അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള ബാലൻസിങ്ങിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. എന്താണ് ഇക്വിലിബ്രിയം? ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ, മനുഷ്യന്റെ അഡാപ്റ്റേഷൻ ആണ്. ഒരു പുതിയ ലേണിംഗ് സിറ്റുവേഷനോടുള്ള അഡാപ്റ്റേഷൻ ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മളൊരു പുതിയ ഒബ്ജക്റ്റീവിനെ, ഒരു പുതിയ സിറ്റുവേഷനിൽ ഒരു ഒബ്ജക്റ്റീവിനെ കാണുന്ന സമയത്ത് നമുക്കൊരു മെന്റൽ ഇമേജ് ആണ് രൂപപ്പെടുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഒരു പശുവിനെ കാണുന്ന സമയത്ത് ഒരു മെന്റൽ ഇമേജ് രൂപപ്പെടുന്നു. അതിനെ പിയാഷെ എന്താ വിളിച്ചത്? സ്കീമ എന്നാണ് വിളിച്ചത്. ആ സ്കീമ പിന്നീട് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ സിറ്റുവേഷൻ ആയിരുന്ന സമയത്ത് കുട്ടി വേറെ അങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുന്ന സമയത്ത് പുതിയ രീതിയിൽ പശു രൂപത്തിലുള്ള സാധനത്തിന്, അപ്പൊ എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് മനസ്സിലാവുന്നത് പശുവാണ് എന്ന് മനസ്സിലാവുന്നു. ഒരു പുതിയ സ്കീം, അത് പശുവാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു, പഴയ മെന്റൽ ഇമേജ് വെച്ചിട്ട്, പഴയ സ്കീം ഉപയോഗിച്ചിട്ട്. ദെൻ അത് അക്കോമഡേറ്റ് ചെയ്യുന്നു. ആ സ്കീമയ്ക്ക് മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ സ്കീം, 4 കാലുണ്ട്, വാലുണ്ട്, കൊമ്പുണ്ട്, അത് പശുവാണ്, അത് അക്കോമഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള ഒരു ബാലൻസിലേക്ക് എത്തുന്നു, അതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുട്ടി അഡാപ്റ്റേഷൻ, കുട്ടി പഠിക്കുന്നത് പിന്നീട് കുട്ടി എവിടുന്ന് പശുവിനെ കണ്ടാലും ആ രൂപം കണ്ടാൽ അത് പശുവാണ് എന്നുള്ള ബോധ്യം കുട്ടിക്ക് ഉണ്ടാകുന്നു. അതാണ് ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനകത്ത് പറയുന്നത്. ഒരു തിയറി, വലിയ തിയറിയാണ്. അതിനകത്ത് സ്കീമ എന്താന്ന് ഓർത്ത് വെക്കുക, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം, അഡാപ്റ്റേഷൻ, ഇത്രയും ഓർത്ത് വെക്കുക. ദെൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ 4 സ്റ്റേജസ് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിനകത്ത് ചോദിക്കും. ഷുവർലി ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 75% ആളുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ജീൻ പിയാഷെയുടെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജുകൾ. ഫസ്റ്റ് ഓർത്ത് വെക്കുക, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇപ്പോഴേ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, സെൻസറി മോട്ടോർ സ്റ്റേജ്. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ, സെൻസറി മോട്ടോർ. ഫസ്റ്റ് ഓർത്ത് വെക്കുക, അത് ബർത്ത് മുതൽ 2 വയസ്സ് വരെയാണ്. എന്നാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെ. എന്നാൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 12 വയസ്സ് വരെ. 12 ഓർ 11 വയസ്സാണ് നോർമലി, 11 ഓർ 12 വയസ്സ്. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 വയസ്സ് ഓൺവാർഡ് അല്ലെങ്കിൽ 12 ഇയേഴ്സ് ഓൺവാർഡ്സ്. ഇതിനകത്ത് പഠിക്കാനുള്ളത് ഈ 2 വെച്ച് ബാലൻസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് 0 to 2, 2 to 7, 7 to 12, 12 ഓൺവാർഡ്സ്. അപ്പൊ 2 ഇതാണ്. അപ്പൊ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ സെൻസറി മോട്ടോർ 0 to 2, 2 to 7, 7 to 12 അല്ലെങ്കിൽ 11, 11 ഇയേഴ്സ് ഓൺവാർഡ്സ്. ദെൻ സ്റ്റേജസ് പഠിക്കാൻ, ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ. അതെന്തായാലും ഓർമ്മ ഉണ്ടാവും.
പിന്നെ പ്രീ ഓപ്പറേഷണൽ, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേഷണൽ ഉണ്ടല്ലോ, കൊടുത്തു നോക്കുക എല്ലാ ടൈമിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷണൽ എന്നുള്ള ടൈം ഉണ്ട്. അപ്പൊ പ്രീ ഓപ്പറേഷണൽ, പ്രീ എന്ന് പറഞ്ഞാൽ മുന്നോടി നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് പ്രീ ഓപ്പറേഷണല, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണല, ദെൻ ഫോർമൽ. ഫോർമൽ പറഞ്ഞാൽ ഏറ്റവും ഹയർ ലെവൽ, ഫോർമലായി എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ. അങ്ങനെ 4 എണ്ണത്തിന്റെ ഓർഡർ പഠിക്കാം. ഇനി ഓരോ സ്റ്റേജസിലും നടക്കുന്നത് എന്താന്ന് നോക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജിനകത്ത് നടക്കുന്നത് കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ദ വേർഡ്സ് ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻസ്. സിമ്പിൾ ആണ്. സെൻസറി മോട്ടറിൽ കുട്ടി പഠിക്കുന്നത് എന്താണ്, വേർഡ്സ് പഠിക്കുന്നത് സെൻസസ് ആൻഡ് ആക്ഷൻസ്. ചെറിയ ചെറിയ ആക്ഷൻ, ചെറിയ കുട്ടികൾ 2 വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികൾ എന്ന സെൻസസ് ആണ്. കുട്ടി ആക്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ചെറിയ സൗണ്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, കുട്ടിയോട് ചിരിക്കുന്ന സമയത്ത് കുട്ടികൾ തിരിച്ച് റെസ്പോണ്ട്, ചെറിയ ചെറിയ ആക്ഷൻ, കൈ കൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ. അപ്പൊ സെൻസറി മോട്ടറിനകത്ത് ചെറിയ സെൻസസും ആക്ഷൻസും ആണ് കുട്ടി എന്താണ് വേർഡ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനകത്ത് എന്താണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനകത്ത് വരുന്നത് അണ്ടർസ്റ്റാൻഡ്സ് വേർഡ്സ് ത്രൂ ലാംഗ്വേജ് ആൻഡ് മെന്റൽ ഇമേജ്. ലാംഗ്വേജസും മെന്റൽ ഇമേജ് ഉപയോഗിച്ച്, എന്താണ്, ലാംഗ്വേജസും മെന്റൽ ഇമേജും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി ലേണിംഗ് നടക്കുന്നത്. എന്നാൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനകത്ത് അണ്ടർസ്റ്റാൻഡ്സ് വേർഡ്സ് ത്രൂ ലോജിക്കൽ തിങ്കിങ് ആൻഡ് കാറ്റഗറൈസ്. കുട്ടി ഒന്നുകൂടെ 7 മുതൽ 12 വയസ്സാവുന്ന സമയത്ത് കുറച്ചും കൂടെ ലോജിക്കൽ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ, ലോജിക്കൽ തിങ്കിങ്ങും കാറ്റഗറൈസ്, അത് ഇങ്ങനെ കാര്യങ്ങൾ അത് ഈ കൂട്ടത്തിൽ വരുന്നതാണ്, അത് ഇതിൽ വരുന്നതല്ല എന്നുള്ള രീതിയിൽ കോൺക്രീറ്റ് ലെവലിലേക്ക് വരുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അത് ലോജിക്കൽ തിങ്കിങ്ങും കാറ്റഗറൈസും. ദെൻ ഫോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ. അപ്പൊ എന്ത് വരും, ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ്, സയന്റിഫിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ അതിൽ വരിക, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിനകത്ത് വരിക. അപ്പോൾ സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ. സെൻസറി മോട്ടറിൽ 0 to 2, 2 to 7, 7 to 11 or 12 years or 11 years old ആണ്. സെൻസറി മോട്ടറിൽ സെൻസസ് ആൻഡ് ആക്ഷൻസ് ആണ്. പ്രീ ഓപ്പറേഷനിലെ ലാംഗ്വേജസ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷനിൽ ലോജിക്കൽ തിങ്കിങ് ആൻഡ് കാറ്റഗറൈസിംഗ് ആണ്. ഫോർമൽ ഓപ്പറേഷനിൽ ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് റീസണിങ് ആണ്. പറന്നു പോരുത്, എന്തായാലും എക്സാമിനകത്ത് ചോദിക്കും. ഓക്കെ, ദെൻ 2 ക്വസ്റ്റ്യൻസ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നോക്കുക. ആസ് പെർ പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ദ ചൈൽഡ് ലേൺസ് എ ലാംഗ്വേജ് ആൻഡ് ബീങ് ടു യൂസ് സിമ്പിൾസ് ടു പ്രസന്റ് ദ ഒബ്ജക്റ്റ് ഡ്യൂറിങ് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏത് സ്റ്റേജിലാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ. പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് ഏത് സ്റ്റേജിലാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ എന്താണ്, ശരിയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആസ് പെർ പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ദ ചൈൽഡ് ലേൺ ത്രൂ റിഫ്ലക്സസ്, സെൻസസ് ആൻഡ് മൂവ്മെന്റ് ആക്ഷൻസ് ഓൺ ദ എൻവയോൺമെന്റ് ഡ്യൂറിംഗ് ദ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. എന്താണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതാണോ വരുന്നത്, അല്ലല്ലോ. അതിനകത്ത് ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ്ങും സയന്റിഫിക്കൽ റീസണിങ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഹൈപ്പോത്തറ്റിക്കൽ. അപ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് വരുന്നത് അല്ലെ. സെൻസസും ആക്ഷൻസും സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഒരു ടാബുലാർ കോളം. കഴിഞ്ഞ വർഷം എക്സാമിനകത്ത് ചോദിച്ചാണ്, 2-3 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ളതാണ്. ഈ സ്റ്റേജ് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് തരം കിട്ടിയാൽ നമുക്ക് ചെയ്യാം. സെൻസറി മോട്ടോർ നമുക്ക് എല്ലാവരും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ. സെൻസറി മോട്ടോർ എത്രയാ, 0 to 2. അപ്പൊ 0 to 2 പറഞ്ഞാൽ ഓപ്ഷൻ എ ഈസ് 3, A3 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സി ഓപ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ടാമത്തെ എത്രയാ, എത്ര വരിക, ബിഗിൻസ് അബൌട്ട് ദ ടൈം ഓഫ് ചൈൽഡ് സ്റ്റാർട്ട് അബൌട്ട് 7 വയസ്സ് വരെ. അപ്പൊ ബി എന്താണ്, 4 ആണ് വരിക. ദെൻ സി എന്താ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ എന്താണ്, ബീങ് അബൌട്ട് ദ ഫസ്റ്റ് ഗ്രേഡ് ഇയർലി അഡോളസെന്റ് ആൻഡ് 11 വയസ്സ് വരെ. ദെൻ ഫോർമുല ഓഫ് അഡോളസെന്റ് ടു അഡൽട്ട്ഹുഡ്. ഇത്രയാണ് ഏതിനകത്ത് വരുന്നത്, ഈ തിയറിക്കകത്ത് വരുന്നത്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് മീൻസ് ഇത്തരത്തിലൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ചെയ്യാം, ഇത് ഒരുപാട് ഒരു വലിയ ഏരിയ ആണ്, ബ്രോഡ് ഏരിയ ആണ്. പക്ഷെ നമുക്ക് പേപ്പർ 1 എക്സാമിനകത്ത് എന്ത് ചെയ്ത് മതി, ഈ ഏരിയ മാത്രം മതി. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ.